ജീവിതത്തിൽ വല്ല തെറ്റും സംഭവിച്ചു പോയാൽ അതിനെക്കുറിച്ചിട്ട് ഓർത്തൊന്ന് പശ്ചാത്താപിക്കാൻ പോലും നമുക്ക് മനസ്സില്ല. തെറ്റ് വന്നു പോകുന്നു എന്ന് മാത്രല്ല, ഒരു തെറ്റ് സംഭവിച്ചാൽ അത് തെറ്റ് സംഭവിച്ചല്ലോ എന്നുപോലും നമ്മുടെ മനസ്സിലൊരു വിഷമം തോന്നുന്നില്ല. എന്തുകൊണ്ടാണത്? തെറ്റ് വന്നാൽ പശ്ചാത്താപിക്കുന്നവനിക്ക്, തൗബ ചെയ്യുന്നവനിക്കല്ലേ അള്ളാന്റെ കാരുണ്യം ലഭിക്കുള്ളൂ. പക്ഷെ നമ്മുടെ ഈമാൻ അങ്ങനെയാണ്. തെറ്റ് ചെയ്താൽ വീണ്ടും അത് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതല്ലാണ്ട് ആ തെറ്റ് സംഭവിച്ചു പോയല്ലോ, പടച്ച റബ്ബേ എനിക്കത് പൊറുക്കണേ എന്ന് പറഞ്ഞിട്ട് ആ തെറ്റില്ലെന്ന് മാറി നിൽക്കാൻ നമ്മൾ തയ്യാറാവണില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ഒരു സ്വഹാബിയുണ്ട്, സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ. കാന ഗുലാമൻ യതീമൻ മിനൽ അൻസാരി. അൻസാരികളിൽപ്പെട്ട ഒരു അനാഥ ബാലനാണ് സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ. ഉംറുഹു 16 സന. അദ്ദേഹത്തിന് 16 വയസ്സാണ്. 16 വയസ്സുള്ള ഒരു ബാലൻ, അതാണ് സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു. കാന യക്സുറുൽ ജുലൂസു ഇൻദൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി തങ്ങളുടെ ക്ലാസ്സിൽ പതിവായി ഇരിക്കുന്ന ആളാണ് സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു. فأرسله يوما في حاجة له من أسواق المدينة. മദീനയിലെ പട്ടണങ്ങളിലേക്ക് ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങൾ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇന്ന സ്ഥലത്ത് പോയിട്ട് മദീനയിലെ അങ്ങാടിയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങി വരണം. സഅലബയെ പറഞ്ഞേക്കുകയാണ്. അങ്ങനെ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു നടന്നങ്ങ് പോകുമ്പോൾ ഫമറ ബിബൈത്തിൻ മിൻ ബുയൂത്തിൽ അൻസാരി. അൻസാരികളുടെ വീടിന്റെ അരികിലൂടെയാണ് സഅലബ റളിയല്ലാഹു അൻഹു നടന്നു പോകുന്നത്. അങ്ങനെ നടന്നു പോകുമ്പോൾ അൻസാരികളുടെ വീടുകളൊക്കെ ഇങ്ങനെ അടഞ്ഞു കിടപ്പുണ്ട്. കുറെ വാതിലുകളൊക്കെ തുറക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നടക്കേ അൻസാരിയായ ഒരു സ്വഹാബിയുടെ വീടിനരികിലെത്തിയപ്പോൾ അതാ ഒരു ബാത്റൂമിന്റെ കവാടം കർട്ടനിട്ട് മൂടിക്കൊണ്ടിരിക്കുന്ന ബാത്റൂമാണ്. ആ ബാത്റൂമിന്റെ കർട്ടൻ ഒരു കാറ്റിനാലൊന്ന് മാറിപ്പോയി. അപ്പോൾ ആ സ്വഹാബിയുടെ, അൻസാരിയായ സ്വഹാബിയുടെ ഭാര്യ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രംഗം സഅലബ തങ്ങളൊന്ന് കണ്ടുവെന്ന് മാത്രമല്ല, ഒന്നോ രണ്ടോ തവണ അങ്ങോട്ട് തന്നെ നോക്കുകയാണ്. സഅലബ റളിയല്ലാഹു അൻഹു നോട്ടമങ്ങ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അദ്ദേഹം ഭയപ്പെടുകയാണ്. ഞാൻ എന്താണ് ചെയ്തത്? ഞാനൊരു തെറ്റ് ചെയ്തല്ലോ. ഇതെങ്ങാനും റസൂലുള്ളാഹി തങ്ങൾ അറിയുമോ? വഖശിയ മിൻ നുസൂലി ആയത്തു ഫീഹി. ഇതിൽ ആയത്തുകൾ ഇറങ്ങുമോ? മുനാഫിഖീങ്ങൾ ചെയ്ത പല തെറ്റുകളും അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ജിബ്രീൽ എന്ന മാലാഖ വഹി എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആയത്തുകൾ പലതും ഇറങ്ങിയിട്ടുണ്ട്. ഖുർആനിൽ പല ആയത്തുകളും കാണാം. ഞാൻ ഈ ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ വല്ല ആയത്തും ഇറങ്ങുമോ? എനിക്കെതിരെ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് വല്ല ആയത്തും ഇറങ്ങിയിട്ടുണ്ടാകുമോ? വല്ലാതെ പേടിച്ചു പോയ സഅലബ തങ്ങള് ഒരു വേള ചിന്തിച്ചു, ഇനി റസൂലുള്ളാന്റെ അരികിലേക്ക് പോവണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ചെന്നാൽ നബി തങ്ങൾ ചോദിക്കില്ലേ, ലിമ ഫഅൽത ദാലിക യാ സഅലബ, നീ എന്തിനാണ് സഅലബ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്കൊരു മറുപടിയും പറയാനില്ലല്ലോ. സഅലബ തങ്ങള് പേടിച്ചുപോയി. എങ്ങോട്ടൊന്നില്ലാതെ ഓടുകയാണ്. ആ മരുഭൂമിയിലൂടെ ഓടി 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 കുറ്റിക്കാടുകൾ താണ്ടിക്കൊണ്ട് മക്കയുടെയും മദീനയുടെയും നടുവിലുള്ള ഒരു മലയുടെ മുകളിലേക്ക് ഓടിയങ്ങ് കയറുകയാണ്. ആ മലയ്ക്ക് മുകളിൽ ചെന്നിട്ട് ആരും കാണാത്ത ഒരു പൊത്തിന്റെ ഉള്ളിലേക്ക് അങ്ങ് കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് അല്ലാഹുവിനോട് പശ്ചാത്താപിക്കുകയാണ്, അർഹമുർ റഹീമായ റബ്ബേ, ഞാൻ ചെയ്തു പോയ തെറ്റെനിക്ക് പൊറുക്കണേ. എന്റെ പിന്നാലെ നരകമുണ്ട്,
എന്ന് പേടിച്ചു വിറച്ചുകൊണ്ട് പശ്ചാത്താപത്തിന്റെ മന്ത്രം ഉരുവിട്ടുകൊണ്ട് അവിടെ കഴിയുകയാണ്. 40 ദിവസം സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ആ പർവ്വതത്തിന്റെ മുകളിലുള്ള ഗുഹയിൽ താമസിക്കുകയാണ്. 40 ദിവസവും മദീനത്തെ പള്ളിയിൽ സഅലബാനെ കാണാതെ വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബാക്കളുടെ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് വിളിക്കുകയാണ്, യാ ഉമർ യാ സൽമാൻ, ഉമറേ സൽമാനെ ഇങ്ങോട്ടൊന്ന് വരൂ. ഇന്തലിഖാ ഫഅതിയാനി ബിസഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ, നിങ്ങൾ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിനെ എന്റെ അടുക്കിലേക്ക് ഹാജരാവണം. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, റസൂലുള്ളാഹിനോട് ഉമർ തങ്ങളും സൽമാൻ തങ്ങളും ചോദിക്കുന്നു, നബിയേ സഅലബ എവിടെയാണുള്ളതെന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ, എവിടെയാണ് സഅലബ തങ്ങളുള്ളത്? റസൂലുള്ള പറയുന്നു, ഉമറേ സൽമാനെ 40 ദിവസമായി സഅലബാനെ കാണാതായിട്ട് ഇന്നത്തെ രാത്രി എനിക്ക് റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ്, ജിബ്രീൽ എന്ന മാലാക എന്റെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഉമറേ അലാ ഇന്ന സ്വഹാബതിക യഖ്തബിഉ ഫീ ജബലിൻ കദാ വകദാ, ഇന്നാലിന്ന മലക്ക് മുകളിൽ കിടന്നുകൊണ്ട് സഅലബാത്തങ്ങൾ ഉരുകിത്തീരുകയാണ് പശ്ചാത്താപിച്ചുകൊണ്ട്. ആ സഅലബാനെ പിടിച്ചുകൊണ്ടുവരാൻ ജിബ്രീൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഉമറേ നീയും സൽമാനും കൂടെ ചെന്നിട്ട് സഅലബാനെ എന്റെ മുന്നിലേക്ക് ഹാജരാക്കുകയും. ബഹുമാനപ്പെട്ട ഉമർ തങ്ങളും സൽമാൻ തങ്ങളും കൂടെ റസൂലുള്ള പറഞ്ഞ ഭാഗത്തേക്ക് പോവുകയാണ്. അവിടെ തെരഞ്ഞുകൊണ്ടിരിക്കെ അതാ ഒരു ആട്ടിടയൻ അങ്ങോട്ട് കടന്നു വരുന്നു. ദുഫാഫ എന്ന പേരുള്ള ഒരു ആട്ടിടയനാണ്. ആട്ടിടയൻ ചോദിക്കുകയാണ് ഉമർ തങ്ങളോട്, സൽമാൻ തങ്ങളോട്, മാതാ തൽതമിസാൻ, നിങ്ങളെന്താ ഇവരെ തെരയുന്നത്, നിങ്ങൾ ആരാണ്? ഉടനെ ഉമർ തങ്ങൾ പറഞ്ഞു, അന ഉമർ ഇബ്നുൽ ഖത്താബ്, ഞാൻ ഉമറാണ്, എന്നെ റസൂലുള്ള പറഞ്ഞയച്ചതാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്വഹാബിയെ കാണാനില്ല, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഈ പർവ്വതങ്ങൾക്കിടയിൽ താമസിക്കുന്ന ഒരു യുവാവിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വല്ല അറിവുമുണ്ടോ? ഇത് പറഞ്ഞപ്പോ ദുഫാഫ പറയുകയാണ്, ഒരു മനുഷ്യനുണ്ട് ഈ പർവ്വതത്തിന്റെ മുകളിൽ. ആ മനുഷ്യൻ അന്നഹു ഹാറബ മിനന്നാർ, നരകം പേടിച്ചോടുന്ന ഒരു യുവാവുണ്ട്, ഒരു ചെറുപ്പക്കാരനുണ്ട്. അയാളാണോ നിങ്ങൾ അന്വേഷിക്കുന്ന ആള്? ഉമർ തങ്ങൾ പറഞ്ഞു, നാം അദ്ദേഹം തന്നെയാണ്. കൈഫ അറഫ്ത അന്നഹു ഹാറബ മിനന്നാർ, അയാൾ നരകം പേടിച്ചോടുന്ന മനുഷ്യനാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അദ്ദേഹം പറയുകയാണ്, ലിഅന്നഹു ഇദാ കാന ജൗഫൽ ലൈലി ഖറജ അലൈനാ മിൻ ഹാദിഹിൽ ജിബാലി വാളിയൻ യദഹു അലാ റഅസിഹി, അർദ്ധരാത്രിയായാൽ വന്നാസു നിയാം, ജനങ്ങളൊക്കെ കൂർക്കം വലിച്ച് കിടന്നിറങ്ങുന്ന സമയത്ത് ഈ പർവ്വതത്തിന്റെ മുകളിൽ നിന്നൊരാള് തായോട്ടിറങ്ങി വരാറുണ്ട്. 2 കൈയും തലക്ക് മുകളിൽ അങ്ങ് വെച്ചിട്ട് ഉറക്കെ അട്ടഹസിച്ചുകൊണ്ട്, അല്ലാഹുമ്മ ഗഫിർലി ഇന്നി ഹാരിബും മിനന്നാർ, അല്ലാഹുവേ എനിക്ക് പൊറുക്കണേ, എന്റെ പിന്നാലെ നരകം പിടിക്കാനുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ മലക്ക് മുകളിലേക്ക് ഓടിക്കയറോ, വീണ്ടും ഇറങ്ങി വരും, വീണ്ടും ഓടിക്കയറോ. ഇങ്ങനെ ഒരു മനുഷ്യൻ ഈ പർവ്വതത്തിന്റെ മുകളിലുണ്ട് ഉമറേ. ദുഫാഫ പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിക്കുകയാണ്, അയാളിപ്പോ എവിടെയാണുള്ളത്? അതാ മലയുടെ മുകളിലുണ്ട്, അർദ്ധരാത്രിയാകുമ്പോഴേ കാണാനൊക്കുകയുള്ളോ. അവര് 3 പേരും കൂടെ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി ചെല്ലുകയാണ്.
പാതിരാ സമയമായപ്പോൾ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു മലയുടെ മുകളിലുള്ള ഒരു ഗുഹയിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. വന്ന ഉടനെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെന്നിട്ട് സഅലബാനെ വാരി അങ്ങ് പുണരുകയാണ്. പെട്ടെന്ന് ഞെട്ടിത്തെറിച്ച സഅലബ് ചോദിക്കുകയാണ്, മന്നന്താ, നിങ്ങളാരാണ്? ഉമർ തങ്ങൾ പറഞ്ഞു, ലാ തഖഫ് വലാ തഹ്സൻ, നീ പേടിക്കണ്ട, വിഷമിക്കണ്ട. ഹാദാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഞാൻ ഖത്താബിന്റെ മകനായ ഉമറാണ് സഅലബ. സഅലബ തങ്ങളെ പേടിച്ചുപോയി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയോ സൽമാൻ തങ്ങളെയും കണ്ടപ്പോൾ നബി തങ്ങളെങ്ങാനും ഞാൻ ചെയ്തു പോയ തെറ്ററിഞ്ഞിട്ട് എന്നെ പിടിക്കാൻ വിട്ടതാണോ? യാ ഉമർ, ഹൽ അലിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിദംബി, ഞാൻ ചെയ്തു പോയ തെറ്റ് അല്ലാഹുവിന്റെ റസൂൽ അറിഞ്ഞിട്ടുണ്ടോ ഉമറേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ ഉമർ തങ്ങളെ പറയാട്, അതൊന്നും എനിക്കറിയില്ല സഅലബ. നബി തങ്ങൾ ഇന്നലെ ജിബ്രീൽ വന്നുകൊണ്ട് വഹി അറിയിച്ചു കൊടുത്തപ്പോ നബി തങ്ങൾ കരഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ പറഞ്ഞയച്ചത്. നിന്നെ കാണാത്ത വിഷമം റസൂലുള്ളാഹിക്കുണ്ട്. നബി തങ്ങളെ കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് സഅലബാനെ എന്റെ അടുക്കലേക്ക് ഹാജരാക്കൂ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും നിന്നെ തെരഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നത്. സഅലബ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ ഞാൻ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് വരാൻ കഴിയൂല. ഉമർ തങ്ങളെ പറഞ്ഞു, റസൂലുള്ളാഹിയല്ല പറഞ്ഞയച്ചത്, നിന്നെ കൊണ്ടുപോവുക തന്നെ ചെയ്യുക. ഉടനെ സഅലബ തങ്ങളെ പറയാണ്, ലാ തദ്ഖുലുനി അലൈഹി ഇല്ലാ വഹുവ യുസല്ലി വബിലാൽ യഖൂലു ഖദ് ഖാമത്തിസ് സ്വലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കുന്ന സമയത്തെ എന്നെ കൊണ്ടുപോകാവോ? ബിലാൽ റളിയല്ലാഹു അൻഹു ഖദ് ഖാമത്തിസ് സ്വലാഹ് എന്നീ ഖാമത്ത് കൊടുത്തതിന് ശേഷമല്ലാതെ മദീനത്തെ പള്ളിയിലേക്ക് എന്നെ കൊണ്ടുപോകരുത് ഉമറേ. സഅലബ റളിയല്ലാഹു അൻഹു അതങ്ങ് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ശരി, സമ്മതിച്ചു. സഅലബാനെയും പിടിച്ചുകൊണ്ട് ഉമർ തങ്ങളും ദുഫാഫയും അതുപോലെ സൽമാൻ തങ്ങളോ തിരിച്ച് പർവ്വതം ഇറങ്ങി വരികയാണ്. മദീനത്തെ പള്ളിയിലേക്ക് സഅലബ തങ്ങളെ കൊണ്ടുവരികയാണ്. ആ സമയത്ത് സുബ്ഹിന്റെ ടൈമാ. സഅലബ റളിയല്ലാഹു അൻഹു പതുക്കെ പേടിച്ചുകൊണ്ട് മദീനത്തെ പള്ളിയിലേക്ക് അങ്ങ് കടന്നു വരുമ്പോൾ ഉമർ തങ്ങളും സൽമാൻ തങ്ങളും വദഅ ചെയ്ത് പള്ളിയിലേക്ക് അങ്ങ് കടന്നു ചെന്നിട്ട് റസൂലുള്ളാഹിന്റെ പിറകിലങ്ങ് കൈകെട്ടുന്നു. സഅലബ തങ്ങൾ പേടിച്ചു വിറച്ചുകൊണ്ട് പതുക്കെ മദീനത്തെ പള്ളിയിലേക്ക് അങ്ങ് കാലെടുത്ത് വെച്ചപ്പോൾ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, സമി അല്ലാഹു ലിമൻ ഹമിദ, റസൂലുള്ളാഹിന്റെ ഇന്തിഖാലാത്തിന്റെ തക്ബീറിന്റെ ശബ്ദം സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയമിടിപ്പ് വർദ്ധിക്കുകയാണ്. പതുക്കെ കടന്നു ചെന്നിട്ട് ആ നബി തങ്ങളുടെ പിന്നിൽ സ്വഹാബത്ത് സ്വഫിലാണ് നിരക്കുന്ന സ്ഥലത്തേക്ക് സഅലബ തങ്ങൾ കാലങ്ങ് വെച്ചിട്ട് അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടിയപ്പോൾ സഅലബ റളിയല്ലാഹു അൻഹു വഖശിയ വഅന്നഹു മഅശിയൻ അലൈഹി, അവിടെ ബോധരഹിതരായ അങ്ങ് വീഴുകയാണ്. നബി തങ്ങൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് സലാം വീട്ടിയതിന്റെ പിറകെ ഉമർ തങ്ങളോടും സൽമാൻ തങ്ങളോടും ചോദിക്കുകയാണ്, ഐന സഅലബ, സഅലബ എവിടെ ഉമറേ, സൽമാനേ,
ഇതാ ഇവിടെയുണ്ടല്ലോ നബിയേ. തിരിച്ചു റസൂലുള്ളാഹി തങ്ങൾ അതാ ഇറങ്ങി വരികയാണ് സഅലബാന്റെ അരികിലേക്ക്. സഅലബാ തങ്ങളെ ബോധരഹിതനായി കൊണ്ട് വീണ് കിടക്കുകയാണ്. നബി തങ്ങൾ വിളിക്കുന്നു, സഅലബാ സഅലബാ സഅലബാ. സഅലബാ റളിയല്ലാഹു അൻഹു കണ്ണു തുറക്കുകയാണ്. നബി തങ്ങളെ അങ്ങ് കണ്ടപ്പോൾ രണ്ട് കണ്ണും മുറുകെ അങ്ങ് ചിമ്മിയിട്ട് കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിന്റെ മുന്നിൽ കിടന്നുകൊണ്ട് ഉരുളുകയാണ്. നബി തങ്ങളോട് സ്വഹാബാക്കള് പറഞ്ഞു, നബിയേ അങ്ങയെ അഭിമുഖീകരിക്കാൻ സഅലബാക്ക് വിഷമമുണ്ട്, ഞങ്ങൾ സഅലബാനെ എടുത്തു മാറ്റട്ടെ. നബി തങ്ങൾ സമ്മതം നൽകുകയാണ്. സഅലബാ റളിയല്ലാഹു അൻഹുവിനെ സ്വഹാബാക്കൾ എടുത്തു മാറ്റുകയാണ്. 3 ദിവസങ്ങൾ കഴിഞ്ഞു. റസൂലുള്ളാഹിന്റെ അരികിലേക്ക് സൽമാൻ തങ്ങൾ വന്നിട്ട് പറഞ്ഞു, നബിയേ സഅലബാടെ രോഗം വന്നിരിക്കുന്നു, അധികമായിരിക്കുന്നു. നബി തങ്ങൾ സഅലബാക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. 3 കഴിഞ്ഞ് 4 കഴിഞ്ഞ് 8 ദിവസം സഅലബ രോഗബാധിതനായി കൊണ്ട് കിടന്നു. രോഗമങ്ങ് മൂർച്ഛിച്ചപ്പോൾ സഅലബാ തങ്ങളുടെ അരികിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ വരികയാണ്. എന്നിട്ട് നബി തങ്ങൾ ആ വീടിന്റെ ഉള്ളിലേക്ക് അങ്ങ് കടന്നു ചെന്നപ്പോ നബി തങ്ങളുടെ മുന്നിൽ കിടക്കുന്ന സഅലബാ തറയിലതാ കിടക്കുന്ന രംഗമാ കാണുന്നത് മുഅ്മിനീങ്ങളെ. നബി തങ്ങൾ കടന്നു ചെന്നിട്ട് സഅലബാടെ തൊട്ടടുത്തവിടെ ഇരുന്നു. എന്നിട്ട് നബി തങ്ങൾ പ്രിയപ്പെട്ട സ്വഹാബിയായ സഅലബാനെ 2 കൈകൊണ്ടും കോരിയങ്ങെടുത്തിട്ട് അവിടുത്തെ ഷറഫാക്കപ്പെട്ട മടിയിലേക്ക് അങ്ങ് വെച്ചപ്പോൾ ഫലമ്മാ ദഖല അലൈഹി അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅസഹു ഫവലഹു ഫീ ഹിജ്രിഹി ഫസാല റഅസഹു അൻ ഹിജ്രി റസൂലില്ലാഹ്. സഅലബാ തങ്ങൾ തന്റെ തലയങ്ങ് പൊക്കിയെടുത്തിട്ട് തറയിലേക്ക് ഒരൊറ്റ ഏറക്ക് കൊടുക്കുന്നു. നബി തങ്ങൾ ചോദിക്കയാണ്, സഅലബാ ഞാൻ നിന്നോട് വല്ല തെറ്റും വന്നു പോയോ? വല്ല തെറ്റും എന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു പോയോ? വല്ല തെറ്റും എന്റെ ഭാഗത്ത് നിന്ന് വന്നു പോയോ? എന്തിനാണ് സഅലബാ ലിമാസൽ തറഅസക യാ സഅലബാ, എന്റെ മടിയിൽ നിന്നിട്ട് തലപൊക്കിയെടുത്തിട്ട് തറയിലേക്ക് എറിഞ്ഞത് എന്തിനാണ്? എന്ത് തെറ്റുകൊണ്ടാണ് നീ അങ്ങനെ ചെയ്തു പോയത്? സഅലബാ തങ്ങൾ പറഞ്ഞു, നബിയേ അങ്ങൊരു തെറ്റും ചെയ്തിട്ടില്ല. അവിടുത്തെ ഷറഫാക്കപ്പെട്ട മടിയിൽ തലവെക്കാൻ ഈ പാവപ്പെട്ട സഅലബാടെ തലയ്ക്ക് പവറില്ലല്ലോ നബിയേ. തെറ്റുകളെ കൊണ്ട് നിറഞ്ഞു പോയ തലയാണല്ലോ എന്റെ തല നബിയേ. റസൂലുള്ളാഹി തങ്ങളോട് സഅലബാ റളിയല്ലാഹു അൻഹു ഇതങ്ങ് പറഞ്ഞപ്പോൾ നബി തങ്ങൾ ചോദിക്കയാണ്, സഅലബാ നിനക്കിപ്പോ എന്താണ് തോന്നുന്നത്? സഅലബാ ലോകത്ത് എന്തൊക്കെ തെറ്റ് സംഭവിച്ചു പോയാലോ അതൊക്കെ പൊറുക്കുന്നവൻ അല്ലാഹുവാണെന്ന് വിശുദ്ധ ഖുർആനിൽ നീ പാരായണം ചെയ്തിട്ടില്ലേ? എന്നാൽ നീ കേട്ടോളൂ സഅലബാ, അല്ലാഹുവിന്റെ കലാമുണ്ടല്ലോ അത് എല്ലാ തെറ്റുകളെക്കാൾ വലുതാണ് സഅലബാ. നിനക്കിപ്പോ എന്താ തോന്നുന്നത്? സഅലബാ തങ്ങളെ പറഞ്ഞു, നബിയേ എന്റെ തോലുകൾക്കിടയിലൂടെ ഒരു ഉറുമ്പ് സഞ്ചരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് നബിയേ. റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞു, എന്നാൽ ഖുൽ നീ പറഞ്ഞോ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സഅലബാ തങ്ങൾ അത് ഏറ്റുചൊല്ലുകയാണ്. ഉടനെ തന്നെ നസറൽ അമീൻ മലക്ക് ജിബ്രീൽ എന്ന മലാക അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ സഅലബാടെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പൊറുത്തിരിക്കുന്നു എന്ന് മാത്രമല്ല സഅലബ സ്വർഗ്ഗത്തിലാണ് നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സന്തോഷ വാർത്ത തന്റെ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട സ്വഹാബിയായ സഅലബാനോട് പറഞ്ഞപ്പോൾ സഅലബ തങ്ങളെ ഫവതബസ്സമ ഒന്ന് പുഞ്ചിരിക്കുകയാണ്. എന്നിട്ട് ഒരു വല്ലാത്ത അട്ടഹസത്തോടെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സഅലബ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. നബി തങ്ങൾ സ്വഹാബികളോട് കൽപ്പിക്കുകയാണ് മയ്യത്ത് കുളിപ്പിക്കാൻ, കഫൻ ചെയ്യാൻ. അതെല്ലാം കടിഞ്ഞുകൊണ്ട് മയ്യത്ത് മറമാടാൻ പോകുന്നതിന് മുമ്പ് മയ്യത്ത് നിസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നബി തങ്ങൾ രണ്ട് കാലുകളിലും പെരുവിരൽ കൊണ്ട് നെക്കിക്കൊണ്ടാണ് നടക്കുന്നത്. നിൽക്കാൻ കഴിയുന്നില്ല. അതിനുശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, സഅലബത്ത് ബിൻ അബ്ദുറഹ്മാന്റെ ജനാസ നിസ്കാരത്തിന് വേണ്ടി പങ്കെടുക്കുമ്പോൾ അങ്ങ് പെരുവിരൽ വെക്കിക്കൊണ്ട് അവിടുന്ന് നടന്നു നീങ്ങുന്നത്, വളരെ പ്രയാസപ്പെട്ട് നടന്നു പോകുന്നത് ഞങ്ങൾ കണ്ടല്ലോ നബിയേ, അതെന്തുകൊണ്ടാ നബിയേ? റസൂലുള്ള പറഞ്ഞു, ഉമറേ, അല്ലാഹുവിന്റെ മാലാഖമാര് ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് സഅലബയുടെ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുന്നതിന്റെ തിക്കും തിരക്കും കാരണം എനിക്ക് നടക്കാൻ കഴിഞ്ഞില്ല ഉമറേ, അതുകൊണ്ടാണ് പെരുവിരല് കുത്തിക്കൊണ്ട് ഞാൻ നടന്നു നീങ്ങിയത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബാക്കളോട് പറയുകയാ. സഅലബ തങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ചെയ്തു പോയത്? ഒരു തെറ്റ് ചെയ്തു പോയോ എന്ന പേടി കാരണോ ജീവിതം മുഴുവനും നരകത്തിലായോ? അമലുകൾ മുഴുവനും നഷ്ടപ്പെട്ടു പോയോ? ഇനി സ്വർഗം ലഭിക്കില്ലേ? നരകമാണോ? എന്റെ പേരിൽ അല്ലാഹുവിന്റെ റസൂലിനെ ആയത്തിറങ്ങിയോ? മുനാഫിഖീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടുപോയവനായോ എന്ന പേടി കാരണം വല്ലാതെ വിഷമത്തിലാ സംഭവിച്ചു പോയത്. സഅലബ തങ്ങളെ കരഞ്ഞുകൊണ്ട് 40 ദിവസം പർവ്വതത്തിന്റെ മുകളിലെ ഭക്ഷണങ്ങളില്ലാതെ പാനീയങ്ങളില്ലാതെ വെറും പശ്ചാത്താപങ്ങളെ കൊണ്ട് മാത്രം തള്ളി നീക്കിയെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും എവിടെയാണ്? അർഹമുറാഹിമായ രാജാതിരാജനായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ, പാപപ്പെട്ടവരായ സാധുക്കളായ ഞങ്ങളുടെ സർവ്വപാപങ്ങളും പുറത്തുകൊണ്ട് പാപങ്ങളില്ലാതെ ജീവിക്കാൻ, നിന്റെ ദീനിയായ നിലക്ക് ജീവിക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിക്കാൻ, മഹാന്മാരുടെ പൊരുത്തത്തിൽ ജീവിക്കാൻ, ഔലിയാക്കളുടെ കാവലിൽ ജീവിക്കാൻ, ദീനിന്റെ തണലിലായി ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്.